എല്ലാവർക്കും നമസ്കാരം. ഈ ആഴ്ചത്തെ ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് സമ്മറി ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഈ ആഴ്ച നിഫ്റ്റി എല്ലാ ദിവസവും ഓൾമോസ്റ്റ് ഫോളിലായിരുന്നു. നിഫ്റ്റി ഫ്രൈഡേ ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,366 29 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് 57,491 ക്ലോസ് ചെയ്തപ്പോൾ 144 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ് 63,782 ക്ലോസ് ചെയ്തപ്പോൾ 339 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ് 19,738 ക്ലോസ് ചെയ്തപ്പോൾ 136 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. സെൻസെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 78,009 70 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. ഈ ആഴ്ചത്തെ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ, സമ്മറി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസിംഗ് മുതൽ ഈ ഫ്രൈഡേ ക്ലോസിംഗ് വരെയുള്ള എൻ്റെ സമ്മറി ഡീറ്റെയിൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ആഴ്ച ആകെ 204 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50-യിൽ 0.83% ഫോൾ നടത്തി. നിഫ്റ്റി ബാങ്ക് 255 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 0.44% ഫോൾ കണ്ടു. നിഫ്റ്റി മിഡ് ക്യാപ് എന്നാൽ 318 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് കാണാൻ സാധിച്ചത്, 0.50% റാലി നടത്തി. നിഫ്റ്റി സ്മോൾ ക്യാപ് 129 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 0.65% ഫോൾ നടത്തി. സെൻസെക്സ് 489 പോയിൻറ്റ്സ് കുറഞ്ഞ് 0.62% ഫോളാണ് കാണാൻ സാധിച്ചത്. ഈ ആഴ്ച നിഫ്റ്റി 50-യുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 24,583 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 24,471 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 24,435 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 24,395 ക്ലോസ് ചെയ്തു. ഫ്രൈഡേ 24,366 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 204 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 0.83% ഫോളാണ് നിഫ്റ്റി 50-യിൽ ഈ ആഴ്ച കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50 വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 24,366 നിൽക്കുമ്പോൾ 6.75% ഫോളാണ് ഈ വർഷം 2026 ആകെ നിഫ്റ്റി 50-യുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 കഴിഞ്ഞ 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 31 ഓഗസ്റ്റ് 2025-ൽ 24,426 നിഫ്റ്റി ഇന്ന് 24,366 നിൽക്കുമ്പോൾ 0.25% ഫോള് ആണ് കാണാൻ സാധിക്കുന്നത്. റീസെൻ്റ് ഉയർച്ചയാണ് ഈ ഫോളിൻ്റെ ഇത് കുറയ്ക്കാനുള്ള കാരണം. 12 മാസത്തെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ സെക്ടർ വൈസ് നിഫ്റ്റി ഇൻഡൈസസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസിംഗ് മുതൽ ഈ ഫ്രൈഡേ ക്ലോസിംഗ് വരുന്നുള്ള സമ്മറി ഡീറ്റെയിൽസാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ നിഫ്റ്റി മീഡിയ, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് മാത്രമേ ഫൈനലി ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ 440 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 1.48% ഫോളോ നിർത്തി. നിഫ്റ്റി എനർജി 195 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 0.50% ഫോളോ കണ്ടു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 252 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 0.95% ഫോളോ നടത്തി. നിഫ്റ്റി FMCG 820 പോയിൻറ്റ്സ് കുറഞ്ഞ് 1.66% ഫോളോ നടത്തി. നിഫ്റ്റി ഹെൽത്ത് കെയർ 203 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 1.22% ഫോളോ കണ്ടു. നിഫ്റ്റി ഇൻഫ്ര 85 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 0.89% ഫോളോ നടത്തി. നിഫ്റ്റി IT 189 പോയിൻറ്റ്സ് കുറഞ്ഞ് 0.60% ഫോളോ ആണ് കാണാൻ സാധിച്ചത്. എന്നാൽ നിഫ്റ്റി മീഡിയ 35 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഈ ആഴ്ച കാണാൻ സാധിച്ചത്, 2.26% റാലി നടത്തി. നിഫ്റ്റി മെറ്റൽ 248 പോയിൻറ്റ്സ് കുറഞ്ഞപ്പോൾ 1.88% ഫോളോ കണ്ടു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 112 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 0.99% ഫോളോ നടത്തി. നിഫ്റ്റി ഫാർമ 96 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 0.36% ഫോളോ നടത്തി. നിഫ്റ്റി PSU ബാങ്ക് 47 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 0.54% ഫോളോ കണ്ടു. നിഫ്റ്റി റിയാലിറ്റി എന്നാൽ 9 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് കാണാൻ സാധിച്ചത്, 1.09% റാലി നടത്തി. ഈ ആഴ്ചത്തെ DII FII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ മൺഡേ മാത്രം DIIയുടെ ഭാഗത്തുനിന്ന് നെറ്റ് സെല്ലിംഗ് ആയിരുന്നു നടന്നത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും DII നെറ്റ് ബയേഴ്സ് ആയിരുന്നു.
ആകെ 9,285 കോടിയുടെ നെറ്റ് ബൈയിങ് ആയിരുന്നു ഈ ആഴ്ച DIയുടെ ഭാഗത്തു നിന്നുണ്ടായത്. FIയുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ FII നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ബാക്കി എല്ലാ ദിവസങ്ങളിലും നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ആകെ 1,228 കോടിയുടെ നെറ്റ് ബൈയിങ് ആയിരുന്നു FIയുടെ ഭാഗത്തു നിന്ന് ഈ ആഴ്ച നടന്നത്. ഇതാണ് ഈ ആഴ്ചത്തെ പ്രധാനമായിട്ടുള്ള വീക്കിലി സമ്മറി ഡീറ്റെയിൽസ്. അടുത്ത അപ്ഡേറ്റ്സുമായി നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു. ബൈ ആൾ.